Hello, friends. Coolie, written and directed by Logesh Kanagaraj, starring superstar രജനീകാന്ത്. അങ്ങനെ പടത്തിന്റെ റിവ്യൂസ് ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഒരു 70% അല്ലെങ്കിൽ 80% നെഗറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ മിക്സഡ് റിവ്യൂസ് എന്ന് പറയാം. കാരണം നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്നൊരു വാക്കില്ലേ, അതുപോലെയാണെന്ന് പറയാം. മേ ബി എനിക്കിഷ്ടമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഒരു ഓക്കെ മൂവിയാണ് പടം. ജസ്റ്റ് ഓക്കെ, വൺ ടൈം വാച്ചബിൾ മൂവി. അതല്ലാതെ ഒരു ഒരു ഗ്രാൻഡ് പരിപാടി ഇതിലില്ല. അതായത് ഒരു എലിവേറ്റഡ് സീൻസ് എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു ലോകേഷ് കനകരാജ് പടത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. കൈദിയിലായിരുന്നാലും, വിക്രമിലായിരുന്നാലും, ലിയോയിലായിരുന്നാലും, മാസ്റ്ററിലായിരുന്നാലും, ഈവൻ പുള്ളിയുടെ ഫസ്റ്റ് പടം തൊട്ട് പുള്ളി അതിന് വേണ്ടിയിട്ടൊരു എന്താ പറയുക, അയാളുടെ മൂവീസിലെ ഒരു എലിവേഷൻ ഐറ്റംസ് എന്തായാലും ഉണ്ടാവും. ഹീറോസിനായിരുന്നാലും വില്ലന്മാരിലായിരുന്നാലും അതിലെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സിലായിരുന്നാലും. ബട്ട് ഇവിടെ മെയിൻ ക്യാരക്ടേഴ്സ് പോലും വീക്കായിട്ട് തോന്നുന്ന കുറച്ച് പരിപാടികൾ തോന്നി. മെയിനായിട്ടും പറയേണ്ടത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കാണ്. ഒരു വീക്കായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിലുടനീളം. എന്നിരുന്നാലും ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ, ഞാനൊരു ഫാമിലി ആയിട്ടാണ് പോയത് പടം കാണാൻ. വൈഫും മമ്മിയൊക്കെ ആയിട്ടാണ് പോയത്. അവർക്ക് ഇഷ്ടപ്പെട്ടു പടം. കാരണം അവർക്ക് ഈ ലോകേഷ് മൂവി, അതുപോലെ ലോകേഷിന്റെ പ്രീവിയസ് പടങ്ങളുടെ കാര്യങ്ങൾ, LCU കണക്ഷൻസ്, ഇതൊന്നും അവർ ബോധേഡല്ല. നമ്മളാണ് അങ്ങനെയൊക്കെ ബോധർ ചെയ്യുന്നതും ഓരോ പടത്തിനെയും കമ്പയർ ചെയ്യുന്നതൊക്കെ. ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും ലോകേഷിന്റെ ഒരു പടം ഇറങ്ങുമ്പോൾ പുള്ളി വളരെ ചുരുക്കകാലം കൊണ്ട് ഒരു ബ്രാൻഡ് ഡയറക്ടറായിട്ട് മാറിയ ഒരാളാണ്. സോ പുള്ളിയുടെ എല്ലാ പടത്തിൻ്റെയും ഒരു ഒരു കമ്പാരിസൺ എന്തായാലും നടത്തും ആൾക്കാർ. സോ ലാസ്റ്റ് ഇറങ്ങിയ ലിയോയെക്കാളും നന്നായിരിക്കുമോ, അതോ വിക്രമിനേക്കാൾ അടിപൊളിയായിരിക്കുമോ, കൈദിയേക്കാൾ കിടുവായിരിക്കുമോ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടായിരിക്കാം ഇതൊരു നോർമൽ, ഒരു സാധാ വേറെ ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ പടമായിരുന്നെങ്കിൽ മേ ബി ഇത്ര എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പടം ചിലപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിരുന്നേനെ. ബട്ട് ഇതെല്ലാം ഒരു ലോകേഷ് കനകരാജ് പടം ആയതുകൊണ്ടാണ് എല്ലാവർക്കും ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്തത്. പടത്തിന്റെ റിവ്യൂസ് രാവിലെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും പലരും. ഫസ്റ്റ് ഹാഫ് അത്ര ശരിയായില്ല, സെക്കൻഡ് ഹാഫ് ഈസ് ഓക്കെ എന്നൊക്കെ ഉള്ള രീതിയിൽ. സോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ പഴയ കാര്യങ്ങൾ, പഴയ സിനിമകളൊക്കെ ചിന്തിക്കും. ഇടയ്ക്ക് സിനിമകളിൽ, ഈ സിനിമയിലെ കുറേ സീൻസിലൊക്കെ രജനീകാന്തിന്റെ പഴയ സിനിമയുടെ കുറേ റെഫറൻസ് ആയിട്ടൊക്കെ തോന്നിയിരുന്നു. റെഫറൻസ് അല്ല, ആ ഒരു ക്ലീഷേ പോലെ ചില സീൻസ് തോന്നിയിരുന്നു. ലൈക്ക് ജയിലർ പോലെയൊക്കെ അവിടെ ഉള്ള കുറച്ച് സീനുകൾ അങ്ങനെയൊക്കെ തോന്നി. നമ്മളൊരു ഫ്രഷ് കൺസെപ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വേറെ പല രീതിയിലും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഈ ഒരു ഐറ്റം കിട്ടിയത്, ഇതെല്ലാം കാരണം എക്സ്പെക്റ്റേഷനാണ്. എല്ലാത്തിൻ്റെയും ഒരു എക്സ്പെക്റ്റേഷനാണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിൽ എടുത്തു പറയുന്നത് നമ്മുടെ സൗബിൻ ഷാഹിറിൻ്റെ പെർഫോമൻസ് ഇസ് ബെസ്റ്റ്. പുള്ളിയുടെ പെർഫോമൻസ് ഒന്ന് അടിപൊളിയായിരുന്നു. പുള്ളി ത്രൂ ഔട്ട് ഉണ്ട് പടത്തിൽ. സോ കണ്ടവർക്ക് മനസ്സിലാവും പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു. പുള്ളി മലയാളി കം തമിഴ് ആ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടറാണ്. ഇടയ്ക്ക് മലയാളവും പറയുന്നുണ്ട്. അപ്പോൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളിയെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി മട്ടാഞ്ചേരി സ്റ്റൈലിൽ തമിഴ് നമുക്ക് കേൾക്കാം എന്നുള്ള കളിയാക്കൽ. പക്ഷേ പുള്ളി ഗംഭീരമായിട്ട് തമിഴ് സ്ലാങ് ആയിരുന്നാലും ആക്ടിങ്ങിലായിരുന്നാലും കിടുവായിരുന്നു. പുള്ളിയുടെ ഡാൻസൊക്കെ നമ്മൾ കണ്ടതായിരുന്നു തിയേറ്ററിൽ, അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ രജനീകാന്തിൻ്റെ ഷോ ഓഫുകൾ കുറവാണെന്ന് പറയാം. ഒരു വൺ മാൻ പെർഫോമൻസ് നമ്മൾ ഈ ജയിലറിലൊക്കെ കണ്ട പോലെ അതൊന്നുമില്ല, അത് കുറവായിരുന്നു എന്ന് പറയാം. നാഗാർജുന പുള്ളി അടിപൊളിയായിരുന്നു. പുള്ളിയുടെ സ്റ്റൈലും പുള്ളിയുടെ ലുക്കും ഈ പ്രായത്തിലും പുള്ളിയുടെ ആ ഒരു ഫിറ്റ്നസ്സും അടിപൊളി. ആൻഡ് ഉപേന്ദ്ര, പുള്ളിയുടെ നാട്ടിൽ പുള്ളി കിടുവാണ്. ഈ സിനിമയിലും പുള്ളി കിടുവാണ്. പുള്ളിക്ക് അധികം ഡയലോഗ് പോലും ഇല്ല, പക്ഷെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് പുള്ളി ഇടയ്ക്ക് രജനീകാന്തിനേക്കാളും സ്കോർ ചെയ്തതായിട്ട് തോന്നി. പുള്ളിയാണ് ഈ സിനിമയിലെ
വൺ ഓഫ് ദ പോസിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ആമിർ ഖാൻ. റോളക്സ് പോലെ ഒരു സാധനം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് പരാജയമായി പോയ ഒരു കോമഡി പീസ്. പുള്ളിയുടെ ലുക്കൊക്കെ നൈസായിരുന്നു. പുള്ളി പറഞ്ഞ പോലെ ഒരു രജനി പടം ആയതുകൊണ്ട് മാത്രം കൈ കൊടുത്ത് ഇതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യാൻ വേണ്ടി വന്നു. അത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള കാര്യം. ചുമ്മാ വന്ന് ചുമ്മാ പോയി. ഒരു രസം തോന്നിയില്ല ആമിർ ഖാന്റെ എൻട്രിയും. ആവശ്യമില്ലാത്തൊരു കാര്യമായിട്ട് തോന്നി. ആൻഡ് ഇതിന്റെ ക്ലൈമാക്സ് പോലും ഒരു എലിവേഷൻ സീൻസ് ഒന്നും ഇല്ല എന്നുള്ളത് ആണ് ഏറ്റവും വലിയ ഒരു ഹൈ കയറുന്നൊരു സാധനം ഉണ്ടല്ലോ. വിക്രമൊക്കെ നമ്മൾ കാണുമ്പോഴേ അതിൽ ചില സീൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ തരിച്ച് കയറി ഇങ്ങനെ ഗൂസ്പം പഠിച്ച് ഇങ്ങനെ രോമാഞ്ചം വന്ന് കയറുന്നത്. ലിയോയിലായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ആ ഒരു സാധനം ഇതിലില്ലാതെ പോയി എന്നുള്ളതാണ്. ഒരു വൺ ടൈം വാച്ചബിൾ. രണ്ടാമത് പോയി ഒന്ന് കണ്ട് നോക്കാൻ സീൻസ് ഒക്കെ കാണാനൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ അനിരുദ്ധ് പുള്ളിയുടെ പ്രോഗ്രാമിന് എന്തോ പറയുന്നുണ്ടായിരുന്നു, ഇത് വൺ ഓഫ് ദ കരിയറിലെ ടോപ്പ് സാധനമായിരിക്കും എന്ന്. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കത്തിയാണ്. ഇന്നേ വരേക്കും അതിൻ്റെ മേലെ വയ്ക്കാൻ ഇതുവരെയും ഒന്നും വന്നിട്ടില്ല. അതുപോലെ ഇതിലെ BGM വർക്ക്, BGMs ഒക്കെ ജസ്റ്റ് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി എന്നെ പറഞ്ഞു ജവാൻ പുള്ളിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കരിയറാണ്. നമ്മൾ കണ്ടതാണ് ജവാന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെയാണ് ഇതും. പക്ഷേ പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ എവിടേക്കോ പാളിച്ചകൾ വന്നുപോയി. പക്ഷെ ജസ്റ്റ് ചുമ്മാ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. ചെറിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ നൽകും. ഓക്കെ. അപ്പോ പിന്നെ ഉള്ളത് എന്തായിരുന്നു? ബാബുരാജ്. പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില സിനിമകളെ കണ്ടിരുന്നു. തഗ് ലൈഫിൽ ഇടയ്ക്ക് എന്തോ വന്നുപോയി, അതുപോലെ കിങ്ഡത്തിൽ വന്നുപോയി ഒരു മിന്നായം പോലെ. ഇപ്പൊ ഈ സിനിമയിലും പുള്ളി മിന്നായം പോലെ വന്നുപോയി. ഒരു മിന്നായം സ്റ്റാർ, പാൻ ഇന്ത്യൻ മിന്നായം സ്റ്റാർ ബാബുവേട്ടൻ. ഞാൻ ചോദിച്ചാൽ പുള്ളിക്ക് എന്തെങ്കിലും ഡയലോഗ്സ് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി. പക്ഷെ പുള്ളി വന്നു, അടി കൊള്ളുന്നു, പോകുന്നു. ക്ലൈമാക്സിൽ വന്നു, വെടി കൊള്ളുന്നു, ചാവുന്നു, തീരുന്നു. ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഇങ്ങനെയാണ് സിനിമയുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് ഈ പടം ഇറങ്ങിയ സമയത്ത് എൻ്റെ റിവ്യൂ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഇത്രയായിട്ട് ഇങ്ങനെയായിരുന്നു, ശരിയായില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എസ്പെഷ്യലി ഒരു ഗൂസ് ബംപ് ഇന്റർവെൽ സീൻസ് ഇതിലില്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഈ ഒരു ഇത് കണ്ടപ്പോഴാണ് നമുക്കൊരു 1.5 ഇന്റർവെൽ സീൻ ഉണ്ടായിരുന്നു ഒരു ലോകേഷ് കനകരാജ് പടത്തില്. ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.